രാത്രിയിലെ കുറച്ച് കലാപരിപാടികളാണ്. ഇപ്പം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലാണ്ട് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു മാജിക്കൽ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മധുരം ഫീൽ ചെയ്യും. എന്നാൽ മീൻ വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എരി ഫീൽ ചെയ്തില്ല, മധുരം തോന്നില്ല. പക്ഷെ ലൂബിക്ക് ഉപ്പിലിട്ട് കഴിച്ചപ്പോൾ നല്ല മധുരമായിരുന്നു. ഉപ്പും പുളിയും മധുരവും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ചോറിന് മുട്ട വറുത്തത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണികൾക്ക് ഇത്തിരി പലിമീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇതോടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പണി ഞാൻ കീത്തുനെ ഏൽപ്പിച്ചിട്ട് ലൂബിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് ഇതുവരെ ഞാൻ അത് ചമ്മന്തി പൊടിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ട് ഒരു പറ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ് കേട്ടോ. കുറച്ച് കുത്തുമുളകും വെളിച്ചെണ്ണയും സവാളയും ഇതിൽ തന്നെ മുളകും കൂടി ഇങ്ങനെ ഉടച്ച് നല്ല അസല് ചമ്മന്തി ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അടുക്കളയിൽ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. നാളെ വെള്ളയപ്പവും കടലക്കറിയാണ്. കടല വെള്ളത്തിലിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കടല കളക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഈ കടലൊക്കെ വരാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി കേട്ടോ. ബാത്റൂമിൻ്റെ അതൊന്ന് ഫിറ്റ് ചെയ്ത് തരുമോ? അത് ശരി. ഇത് മൾട്ടിപർപ്പസ് ഷെൽഫാണ്. ഇത് കിച്ചണിലാണെങ്കിലും ബാത്റൂമിലൊക്കെ നമുക്ക് വെക്കാം. 2 തൊട്ട് 8 ഷെൽഫ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് പ്രൈസ് വ്യത്യാസം. 6 ഷെൽഫിന് മേടിച്ചപ്പോൾ എനിക്ക് 252 രൂപയാണ് ആയത്. ഇത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കിട്ടും. അമ്മ ഇതിലാണ് എല്ലാം വെക്കാറുള്ളത്. ഉജാല സോപ്പും പൊടി മിക്കിരി അടക്കം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മയ്ക്ക് അത്യാവശ്യമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നനവുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടർന്നു പോരും. ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്ത് വേണം ഇത് വെക്കാൻ. അങ്ങനെ വെച്ച് എത്ര നാൾ വേണമെങ്കിൽ ഇതിരുന്നുള്ളൂ. ഞാൻ ഗ്യാരണ്ടിയാണ്. എൻ്റെ ബാത്റൂമിൽ ഇപ്പോഴും അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് ഞാൻ 92 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് ടൂത്ത് പേസ്റ്റ് ബ്രഷൊക്കെ ഞാത്തിട്ടാൻ പറ്റിയത്. അപ്പോൾ പാറുവിൻ്റെ പിള്ളേരുടെ ബ്രഷൊക്കെ അമ്മയുടെ ബാത്റൂമിൽ തന്നെ വയ്ക്കാറ്. അപ്പോൾ അതും 3 നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ സെറ്റായി. ഇത് സ്റ്റെയിൻലെസ് ബാത്റൂം സെറ്റാണ് കേട്ടോ. നമുക്ക് സോപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് കുറേ നാളെ അപ്പോൾ നെഗിലെ കൊണ്ട് അത് ഊരിച്ചിട്ട് ഞാൻ ഫിറ്റ് ചെയ്തു. ഇതും സ്റ്റിക്കർ വെച്ചിട്ടാണ്. ഇത് സ്റ്റീലിൻ്റെയാണ്. അതും അപ്പോൾ സന്തോഷമായിട്ട് പൂർത്തീകരിക്കും. ആദ്യം കാണിച്ച 6 സെറ്റിൽ 3 സെറ്റ് ബാക്കിയുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് വേറൊരു ബാത്റൂം ഉണ്ട്, അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞതേ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ഇനി ഞാൻ വെള്ളപ്പത്തിന് കുറുക്കിക്കാൻ പോവാണ്. നാളികേരപ്പാലും അതേപോലെ കുറച്ച് ഈസ്റ്റും കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് കലക്കി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളയപ്പപ്പൊടി മേടിക്കാതെ ചെയ്യാറ്. സക്സസ് ആവുമെന്ന് ദൈവത്തിനറിയാം. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാക്കി പെരൊക്കെ അടിച്ചു വാരി നമ്മളത് അടുക്കള ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചിട്ട് എല്ലാ പ്രോഡക്റ്റും തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക, ചെക്ക് ചെയ്തോ.